വയനാട് ഉപതെരഞ്ഞെടുപ്പില് വോട്ടിംഗ് പെർസെന്റേജ് വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നണത് ഇത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കുമോ? രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഒരു ഭൂരിപക്ഷം അല്ല, ഇതിനെ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത് BJP-യും അതേപോലെ തന്നെ CPM-ഉം ആണ് ഇതിനെ ഏറ്റെടുക്കുന്നത്. കാരണം 72-ൽ നിന്ന് 64-ലേക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭൂരിപക്ഷം വളരെ കുറവായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്നത്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിന്റെ അടുക്കം വലിയൊരു ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം വയനാട് നിയമസഭാ മണ്ഡലമായിട്ടുള്ള മാനന്തവാടി, അതേപോലെ തന്നെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, ഈ കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ഉള്ളത് കോൺഗ്രസ് MLA-മാരാണ്. ടി സിദ്ദീഖും അതേപോലെ തന്നെ വേണുഗോപാൽ അടക്കം, അതേപോലെ തന്നെ മാനന്തവാടിയിൽ കേളു CPM-ന്റെ. ഈ ഒരു അവസ്ഥ വെച്ച് നോക്കിയെങ്കിൽ കൽപ്പറ്റയിൽ സ്ത്രീ വോട്ടർമാരുടെയും അതേപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലും സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. കഴിഞ്ഞ ഇലക്ഷനെ വെച്ച് നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അതിപ്പോൾ മാനന്തവാടിയിലായി കഴിഞ്ഞാലും കൂടുതലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് തിരുവമ്പാടിയിലായി കഴിഞ്ഞാലും ഏകദേശം കോഴിക്കോടിലെ തിരുവമ്പാടി എന്ന് പറയുന്നതും ഈ വയനാട് മണ്ഡലത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും സ്ത്രീ വോട്ടർമാരെ ഒരു 70,000-ന് മുകളിൽ സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഗുണം ഒരുപക്ഷെ നവ്യ ഹരിദാസിനും കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കോഴിക്കോട്ടുകാരി ആയിട്ടുള്ള ആളാണ് നവ്യ ഹരിദാസ് എന്നുള്ള രീതിയിൽ നവ്യ ഹരിദാസിനും ചിലപ്പോൾ ഇതിന്റെ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ പുറമെ നമ്മൾ എടുത്തു പറയേണ്ടത് അന്ന് പറഞ്ഞതുപോലെ തന്നെ PK ബഷീർ സാഹിബ് വാക്ക് പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുക്കും, എന്റെ ഏറനാടിൽ നിന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ള വാക്ക് പാലിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടത്തിയിട്ടുള്ളത് ഏറനാട് മണ്ഡലത്തിലാണ്. അതായത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ വോട്ടിംഗ്? എനിക്ക് തോന്നുന്നത് വെച്ചാൽ കൽപ്പറ്റയിലായാലും സുൽത്താൻ ബത്തേരിയിലായാലും ഇടതുപക്ഷ വോട്ടുകളോ BJP വോട്ടുകളോ എവിടെയോ കുറഞ്ഞു പോയിട്ടുണ്ട്. രണ്ട് കാരണങ്ങളായിരിക്കാം. ഒന്നെന്ന് വെച്ചാൽ ഈ ഇലക്ഷന് വലിയ പ്രസക്തി ഇല്ല. കാരണം BJP-ക്കോ അല്ലെങ്കിൽ അല്ല, ഈ ഇലക്ഷനിൽ പ്രസക്തി ഇല്ല എന്നതിനേക്കാളും ഉപരി ഇന്ദിരാഗാന്ധിയുടെ ചെറുമകള് ലോക്സഭയിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാകരുത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു തയ്യാറെടുപ്പ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. അതിൽ എവിടെയെങ്കിലും ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ ഏകദേശം വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ എണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയെ അവർ ചെറുതാക്കി കാണില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് ഒരിക്കലും ഒരു ചെറിയ ഭൂരിപക്ഷമാകരുത് എന്നുള്ളത് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് വോട്ടുകളും UDF വോട്ടുകളും കൃത്യമായിട്ട് പെട്ടിയിൽ വീണിട്ടുണ്ടാകാം. BJP വോട്ടുകളും അതേപോലെ തന്നെ CPM വോട്ടുകളും LDF വോട്ടുകളുമാണ് കുറഞ്ഞു പോയത്. ഇതിൽ നിലമ്പൂരിന്റെ ഒരു കേസ് എടുത്തു നോക്കാം. നിലമ്പൂര് DMK-യുടെ പിന്തുണ കൃത്യമായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയും വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെന്റേജ് വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിലമ്പൂര് PV അൻവറിന്റെ സ്ഥലത്ത് പോലും വന്നിട്ടില്ല. അതേപോലെ തന്നെ വണ്ടൂർ നേരത്തെ പറഞ്ഞ പോലെ അതായത് LDF-ന്റെയും BJP-യുടെ വോട്ടുകളായിരിക്കാം കുറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു അസംപ്ഷൻ. വണ്ടൂരും ഇതേപോലത്തെ അവസ്ഥയാണ്. AP അനിൽകുമാറിന്റെ സ്ഥലത്ത് കാലങ്ങളായിട്ട് AP അനിൽകുമാർ ജയിച്ചു പോരുന്ന സ്ഥലത്തും വോട്ടിംഗ് പെർസെന്റേജ് വളരെയധികം കുറവായിട്ടാണ് കാണുന്നത്. ഓക്കെ.